ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മളുടെ കണ്ണിനുള്ളിലേക്കുള്ള ഇഞ്ചക്ഷനുകളെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണിന്റെ പുറത്തുള്ള അസുഖങ്ങൾക്ക് പലപ്പോഴും നമുക്ക് തുള്ളി മരുന്നുകളോ അല്ലെങ്കിൽ ഓയിന്റ്മെന്റുകളോ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കണ്ണിന്റെ ഉള്ളിലുള്ള അസുഖങ്ങൾക്ക്, റെറ്റിനയുടെ അസുഖങ്ങൾക്ക് പലപ്പോഴും നമുക്ക് തുള്ളി മരുന്നുകൾ കൊണ്ട് അത്ര പ്രയോജനം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിനുള്ളിലേക്ക് മരുന്ന് എത്തണമെങ്കിൽ പലപ്പോഴും നമുക്കൊരു ഇഞ്ചക്ഷൻ ചികിത്സ വഴിയേ അത് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്ര വിഭാഗം മേധാവിയാണ്. ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ ഇന്ന് നമ്മളുടെ പല രോഗികൾക്ക് ആവശ്യം വരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു ദിവസം 25,000-ഓളം പേർക്ക് ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി, അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ, അല്ലെങ്കിൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ എന്നീ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ ആണ് ചികിത്സ. അപ്പോൾ എപ്പോഴും നമ്മളുടെ രോഗികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്: ഏത് ഇഞ്ചക്ഷനാണ് സാർ നല്ലത്? അതൊരു വളരെ വളരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും. അപ്പോ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ഉണ്ടെന്നും അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണമേന്മകളും നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ക്യാൻസറിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു മരുന്ന്, അവാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, അതിന് ബിവാസിസുമാബ് എന്നാണ് യഥാർത്ഥ പേര്, അവാസ്റ്റിൻ എന്നാണ് മാർക്കറ്റ് നെയിം. അത് കണ്ണിൽ ഉപയോഗിക്കാം എന്ന് ഏകദേശം 2002 മുതൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു 20 വർഷമായി നമ്മൾ അവാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. അവാസ്റ്റിൻ 4 ml ഉള്ള ഒരു കുപ്പിയിൽ വരുന്ന മരുന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് അതിൽ നിന്നെടുത്ത് പലർക്ക് കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഒരു ഓഫ് ലേബൽ ട്രീറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അവാസ്റ്റിൻ കണ്ണിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു ചികിത്സ അല്ല, പക്ഷെ ക്യാൻസറിന് വേണ്ടി കണ്ടുപിടിച്ച ചികിത്സയാണ്. കണ്ണിന് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ഡോക്ടർമാർ അത് കഴിഞ്ഞ 20 വർഷമായി ഉപയോഗിക്കുന്നുണ്ട്, ഫലപ്രദമാണ്. പക്ഷെ കണ്ണിന് വേണ്ടി കണ്ടുപിടിക്കാത്തത് കൊണ്ട് അതിന് ലൈസൻസ്ഡ് അല്ല. അതാണ് അതിന്റെ കുഴപ്പം. പിന്നെ കണ്ടുപിടിച്ച പെഗാപ്റ്റാനിബ് സോഡിയം എന്ന് പറയുന്ന ഒരു മരുന്ന്, മാക്കുജൻ, ഇപ്പോൾ അവൈലബിൾ അല്ല. അത് ആദ്യകാലത്ത് 2000 ആണ്ട് കഴിഞ്ഞ് ഉള്ള സമയത്ത് വന്നതാണ്. അതിപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ വന്ന മരുന്നാണ് റാനിബിസുമാബ് അഥവാ ലുസെന്റിസ്. ഇന്ത്യയിൽ അത് ആക്സെൻട്രിക്സ് എന്നുള്ള പേരിലാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അത് കണ്ണിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നാണ്. 20 വർഷത്തിലേറെയായി കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ്. അതിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പഠനങ്ങൾ വെച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ, അല്ലെങ്കിൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, ROP എന്നിങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ഈ മരുന്ന് കൊണ്ട് വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഇഞ്ചക്ഷനാണ് ഐലിയ അഥവാ അഫ്ലിബർസെന്റ്. റാനിബിസുമാബ് വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, VEGF എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഐലിയ കുറച്ചുകൂടെ മറ്റ് ചില റിസപ്റ്റേഴ്സിനെ കൂടി ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി ലോങ്കർ ആക്ഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു മേന്മ. അഫ്ലിബർസെന്റ് അഥവാ ഐലിയ വെച്ച് എഗെയിൻ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ, റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, ROP ഇതെല്ലാം ചികിത്സിക്കാം. ഐലിയയും റാനിബിസുമാബും തമ്മിൽ നോക്കുകയാണെങ്കിൽ ചില പഠനങ്ങളിൽ, പ്രോട്ടോകോൾ T എന്ന് പറയുന്ന ഒരു സ്റ്റഡിയിൽ ഡയബറ്റിക് മാക്കുലർ എഡീമ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡയബറ്റീസ് കാരണം ഞരമ്പിലെ നീര് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഫ്ലിബർസെപ്റ്റോ
റാനിബിസിമാബോ ഏത് നല്ലത് എന്നുള്ള ഒരു ചോദ്യത്തിന് കാഴ്ച കുറവുള്ളവർക്ക് അഫ്ലിബർസെപ്റ്റ് ആണ് എന്നുള്ളൊരു ഉത്തരമാണ് കിട്ടിയത്. പക്ഷേ ആ പഠനം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ രണ്ടും തമ്മിൽ വളരെ വലിയ ഒരു വ്യത്യാസം ഇല്ല എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഇഞ്ചക്ഷനുകളെല്ലാം ഒരു 7-8 തവണ ഡയബറ്റിക് റെറ്റിനോപ്പതിയിലും ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷനിലും ഒരു വർഷം 7-8 തവണ വീതം എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ആണ്. ഇനിയുള്ള മുമ്പിലേക്കുള്ള മറ്റൊരു ഇഞ്ചക്ഷനാണ് ഓസോർഡെക്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ഇഞ്ചക്ഷനുകളെ എല്ലാം അപേക്ഷിച്ച് ഓസോർഡെക്സിന് ഒരു വ്യത്യാസമുണ്ട്. അത് സ്റ്റിറോയിഡിന്റെ മരുന്നാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡിൻ്റെതായ ചില പ്രോബ്ലംസും അതിന് വരാം. യങ് ആയിട്ടുള്ള പേഷ്യൻസ് കാട്രാക്ട് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ണിന്റെ പ്രഷർ കൂടുതലുള്ളവർക്ക് അതിന്റെ സമ്മർദ്ദം കൂട്ടാം. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഓസോർഡെക്സിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗുണമുണ്ട്. അതായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ മരുന്നുകളും ഏകദേശം 1 മാസം 1.5 മാസത്തേക്കുള്ള ഇഫക്റ്റ് കിട്ടുമ്പോൾ ഓസോർഡെക്സിന് ഒരു 3-4 മാസം വരെ അതിന്റെ ഇഫക്റ്റ് നിൽക്കാറുണ്ട്. അതൊരു ചെറിയ പെല്ലറ്റാണ്. ആ പെല്ലറ്റിനുള്ളിൽ നിന്ന് കുറച്ച് മരുന്ന് വെച്ച് എല്ലാ ദിവസവും പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഓസോർഡെക്സിന് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് കിട്ടുന്നത്. അടുത്ത മരുന്നാണ് ബ്രോലുസിസുമാബ് അഥവാ പാഗനെക്സ്. പാഗനെക്സ് കണ്ണിലേക്ക് ഒരു 60% ആൾക്കാർക്കോളം നമുക്കൊരു 1 മാസം എന്നുള്ള ആ ഗ്യാപ്പ് പലപ്പോഴും ഒരു 3 മാസം വരെ ആക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു വർഷം 7-8 ഇഞ്ചക്ഷൻ എന്നുള്ളത് നമുക്ക് ഒരു 3-4 ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ചുരുക്കുവാനായി സാധിക്കും. ബ്രോലുസിസുമാബ് അഥവാ പാഗനെക്സും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇനി വരാനിരിക്കുന്ന മറ്റൊരു മരുന്നാണ് ഫാരിസുമാബ്. ആ മരുന്നും പുറം രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ അത് ഇന്ത്യയിലേക്ക് 6 മാസത്തിനുള്ളിൽ തന്നെ വരുന്നതാണ്. ആ മരുന്നിനും ഒരു 60-80% വരെ ആളുകൾക്ക് ഒരു 3-4 ഇഞ്ചക്ഷൻ കൊണ്ട് ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കും. അപ്പോൾ പല മരുന്നുകളും വളരെ ഇഫക്റ്റീവാണ്, പക്ഷേ എല്ലാ മാസവും എടുക്കേണ്ടി വരും. ചില മരുന്നുകൾ നമുക്ക് ഇഫക്റ്റീവ്നെസിന്റെ കൂടെ തന്നെ നമുക്ക് കൂടുതൽ സമയവും തരുന്നു. ഇനി ഈ മരുന്നുകൾക്കെല്ലാം പല ഡിഫറെന്റ് കോസ്റ്റുകളാണ്. അപ്പോൾ ഈ കോസ്റ്റ് അനുസരിച്ച് എത്ര ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കുവാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു ഡിസ്കഷൻ വരിക. ആ ഡിസ്കഷന്റെ അവസാനമാണ് നമുക്ക് ഏത് ഇഞ്ചക്ഷനാണ് ഓരോ രോഗിക്കും ഏറ്റവും നല്ലത് എന്നുള്ള ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുക. അപ്പോൾ ഒരു സൈഡിൽ കോസ്റ്റും മറ്റേ സൈഡിൽ എഫിഷ്യൻസിയും, മൂന്നാമത് നമുക്ക് എത്ര നാൾ അതിന്റെ ഇഫക്റ്റ് കിട്ടും എന്നുള്ളതുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ 3 കാര്യങ്ങളെയും തുലനം ചെയ്താണ് നമ്മൾ പലപ്പോഴും ഏറ്റവും സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ലാത്ത മരുന്നുകൾ എപ്പോഴും രോഗികൾക്കായി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്.